ഓം നിത്യായേ നമഃ. നിത്യ എന്നാൽ ഭൂത, ഭാവി, വർത്തമാനകാലങ്ങളിൽ നശിക്കാത്തവൾ. അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തതം എന്ന് ഗീത. നിത്യ മന്ത്രസ്വരൂപിണിയാണ് ഭഗവതി. ഓം നിരാകാരായേ നമഃ. ആകാരമില്ലാത്തവൾ, ആകൃതിയോട് കൂടാത്തവൾ. നമ്മൾ പലപ്പോഴും വളരെ സൗന്ദര്യത്തോടെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ സുന്ദരരൂപിയായി ഭഗവതിയെ നമ്മൾ വരയ്ക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്യുന്നു എങ്കിൽ കൂടി സംവിദ്രൂപിണിയായ ബ്രഹ്മശക്തി ജഗതാകാരമായി പരിണമിച്ചു എങ്കിലും ഗുണസ്വരൂപമായ ആകാരം വെറും കൽപ്പിതമാകയാൽ ആ ശക്തിക്ക് ഒരു ആകൃതിയുമില്ല എന്ന് താല്പര്യം. ഓം നിരാകുലായേ നമഃ. ആകുലത്തോട്, ഒരു വ്യസനവും ഇല്ലാത്തവൾ, വ്യസനത്തോട് കൂടാത്തവൾ. ഓം നിർഗുണായേ നമഃ. ഗുണങ്ങൾ 3 തരത്തിലാണ്: സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളും ശരീരത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്. എന്നാൽ ആകാരമേ ഇല്ലാത്ത, ആകൃതിയേ ഇല്ലാത്ത ഭഗവതിക്ക് അത്തരം ഗുണങ്ങളുമില്ല. അതുകൊണ്ട് നിർഗുണ. ഓം നിഷ്കലായേ നമഃ. കലകൾ, അംശങ്ങൾ, അതായത് അവയവങ്ങൾ. നിഷ്കല, അവയവങ്ങളോട് കൂടാത്തവൾ, അവയവങ്ങൾ ഇല്ലാത്തവൾ. ശരീരമേ ഇല്ല, ആകൃതിയുമേ ഇല്ലാത്ത ഭഗവതിക്ക് അവയവങ്ങളുമില്ല.